ബ്ലാത്തൂരിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വിമർശന ബോർഡ് നിലവിൽ പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഇടയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയെ സ്നേഹിക്കുന്ന നേതാക്കളെയാണ്, അല്ലാതെ പാർട്ടിയെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന നേതാക്കളെയല്ല എന്ന ശക്തമായ സന്ദേശത്തോടെയാണ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. എല്ലാ നാട്ടിലെയും പാർട്ടി ഓർക്കണം, പാർട്ടി ഓർത്തുകൊണ്ടേയിരിക്കണം, ഇവർ നയിക്കട്ടെ, ഇവരാണ് ഉത്തമം എന്നും തോറ്റെന്നു കരുതി നമ്മൾ ഇല്ലാതാകുന്നില്ല, തിരുത്തി വന്നേ പറ്റൂ എന്നും ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം നേതാക്കളോടാണ് അധികാര അഹങ്കാരത്തിന്റെ ആകാശത്ത് ഉയർന്നു പറന്ന് മതി വന്നെങ്കിൽ ഇനിയൊന്ന് താഴ്ന്നിറങ്ങുക എന്ന വിമർശനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലാത്തൂർ സഖാക്കൾ എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പിന്നാലെ പാർട്ടിക്കുള്ളിൽ ഉയർന്ന അതൃപ്തിയും ആത്മപരിശോധന ആവശ്യപ്പെടുന്ന ശബ്ദങ്ങളുമാണ് ഈ ബോർഡിലൂടെ പുറത്തുവരുന്നതെന്നാണ് വിലയിരുത്തൽ. ചില നേതാക്കളുടെ പ്രവർത്തന രീതികളോട് അധികാര സമീപനങ്ങളോടുമുള്ള പ്രതിഷേധമാണ് ബോർഡിൽ പ്രകടമാകുന്നതെന്നും പ്രദേശത്തെ പ്രവർത്തകർ തമ്മിൽ ചർച്ചകൾ സജീവമായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സാധാരണ അഭിനന്ദ ബോർഡുകൾ ഉയരുന്ന സമയത്താണ് വിമർശന സ്വരത്തിലുള്ള ഈ ബോർഡ് ശ്രദ്ധ നേടുന്നത്. പാർട്ടി നേതൃത്വം അടിത്തറ പ്രവർത്തകരും തമ്മിൽ അകലം കുറയണമെന്നും ജനങ്ങളോട് കൂടുതൽ അടുക്കുന്ന സമീപനം വേണമെന്നും ആവശ്യപ്പെടുന്ന ഒരു സന്ദേശമായാണ് പലരും ഇതിനെ കാണുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പി ജയരാജൻ അടക്കമുള്ളവരാണ് FBയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബോർഡിന് കൃത്യമായിട്ടുള്ളൊരു നടപടി ആ ഒരു FB പോസ്റ്റിലൂടെ പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ബോർഡ് ബ്ലാത്തൂരിൽ വന്നിട്ടുള്ളത്. എന്തായാലും ബ്ലാത്തൂർ എന്ന് പറയുന്നതൊക്കെ ഈ പാർട്ടി ഗ്രാമമാണ്. ഇങ്ങനെയുള്ള പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള ബോർഡുകൾ വരുന്നത് തീർത്തും സങ്കടകരമായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും പാർട്ടി അത് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ നിന്നും അതിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതാണ് ഈ ബോർഡ് ഈ നിലയിൽ വെച്ചിട്ടുള്ളത്. അത് അറിയണം എന്ന രീതിയിൽ തന്നെയാണ് ഈ ബോർഡ് ബ്ലാത്തൂരിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.